Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ IAS ഉം IFS തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ നടത്തിയിരുന്നു. ആരാണ് കൂടുതൽ പവർഫുൾ, ഏറ്റവും ഗ്ലാമറസ് ജോബ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS ഉം IPS ഉം തമ്മിലാണ്. ആരാണ് ഏറ്റവും നല്ല പവർഫുൾ, ആർക്കാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്, ആരാണ് മുന്നിൽ നിൽക്കുന്നത്, ആരാണ് പിന്നിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് IAS ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും IPS ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ള, സമൂഹത്തോട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റികളും അവർക്ക് കിട്ടാൻ പോകുന്ന ചുമതലകളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്കിത് നേടാൻ വേണ്ടി, നേടുന്നത് വരെ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ വേണ്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, രണ്ടുപേരും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമായിരിക്കുക എന്നുള്ളത്. അതിൽ രണ്ടുപേരുടെയും റിക്രൂട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ, രണ്ടുപേരെയും റിക്രൂട്ട് ചെയ്യുന്നത് IAS ആയാലും IPS ആയാലും തിരഞ്ഞെടുക്കുന്നത് ഒരേ എക്സാമിലൂടെ, സിവിൽ സർവീസ് എന്ന എക്സാമിലൂടെ തന്നെയാണ്. ഒരേ പ്രൊസീജിയർ രണ്ടുപേരും കടന്നു പോകേണ്ടത്, പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ തന്നെയാണ്. എന്നിട്ട് റാങ്കിൻ്റെ ബേസിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് IAS ഓ IPS ഓ തീരുമാനിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ കിട്ടണമെങ്കിൽ, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല റാങ്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നല്ല റാങ്കുള്ള ഒരാൾ, അയാൾ IAS ആണ് ആവശ്യപ്പെടുന്നതെങ്കിൽ IAS കിട്ടും, അതേസമയത്ത് IPS ആണെങ്കിൽ IPS കിട്ടും. റാങ്ക് കുറയുന്നതിനനുസരിച്ച് എത്ര ആളുകൾ, ഇതിലേറെ മുന്നിൽ റാങ്കുള്ള ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ചും, അതുപോലെ തന്നെ പോസ്റ്റിന് എണ്ണം അനുസരിച്ചുമായിരിക്കും എന്ത് ചെയ്യുക പോസ്റ്റ് കിട്ടുക എന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോൾ നല്ല റാങ്ക് നേടാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് ഏത് ആഗ്രഹിക്കുന്നത് കിട്ടണമെങ്കിലും നല്ല റാങ്ക് നേടാൻ വേണ്ടി നിർബന്ധമായിട്ടും ശ്രമിക്കണം. അതാണ് റിക്രൂട്ട്മെൻറ്റ്. രണ്ടാമതായിട്ട് ട്രെയിനിങ് ആണ്. രണ്ടുപേർക്കും ട്രെയിനിങ് ആദ്യ മാസങ്ങളിൽ രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് തന്നെയാണ്, ലബസ്നെ വെച്ച് തന്നെയാണെങ്കിൽ. പിന്നീട് IAS ഓഫീസേഴ്സ് അവിടെ തന്നെയാണ്, ലബസ്നെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി, ട്രെയിനിങ് അക്കാദമി തന്നെയാണ്. അതേസമയത്ത് മസൂറിയിലുള്ള, അതേസമയത്ത് IPS ആണെങ്കിൽ ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിലോട്ട് വരികയാണ്, വല്ലഭായ് പട്ടേൽ ട്രെയിനിങ് അക്കാദമിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ട്രെയിനിങ് കിട്ടുന്നത്. രണ്ടുപേർക്കും ട്രെയിനിങ്ങിലും ചില വ്യത്യാസമുണ്ട്. ഒരു പേര് അഡ്മിനിസ്ട്രേറ്റീവ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ട്രെയിനിങ് എങ്കിൽ, മറ്റുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഫിസിക്കലും കുറച്ച് കൂടുതലായിട്ടുള്ള ട്രെയിനിങ്ങൾ കൂടുതൽ കിട്ടും. അതൊക്കെ നിങ്ങൾ വീഡിയോസിൽ കാണുന്നതാണ്, IPS ട്രെയിനിങ് ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള കൂടുതൽ ഫിസിക്കൽ ഫിറ്റ്നസ്സും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്തരമുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ് കൂടുതലായിട്ട് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമതായിട്ട് രണ്ടുപേരുടെയും സാലറിയാണ്. സാലറി കമ്പയർ ചെയ്യുമ്പം ഏകദേശം സാലറി സ്കെയിൽ രണ്ടുപേർക്കും ഒരുപോലെയാണെങ്കിൽ കൂടിയും IASന് സാലറി കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അലവൻസും ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ IPSനേക്കാളും IASന് കുറഞ്ഞ സാലറി മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സാലറിയുടെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരിക എന്നുള്ളതാണ്. IAS ആണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് ആണെങ്കിൽ. IPS വരുന്നത് MHAയുടെ കീഴിലാണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തായിട്ട് രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റി, അവർക്ക് എന്താണ് ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് IAS നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ അവർക്ക് ഡ്യൂട്ടി ഉള്ളത്. ഡിസ്ട്രിക്റ്റിലായാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതിൽ അഡ്മിനിസ്ട്രേഷനും അവരുടെ പോളിസീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോളിസി റെക്കമെൻഡ് ചെയ്യാനും അത്തരം പോളിസി ഫ്രെയിം ചെയ്യാനും ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളാണ് IASന് കൂടുതൽ ജോലി. അതേസമയത്ത് IPSനാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ക്രൈമിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇത്തരം ജോലികളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് IPS ഓഫീസർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ പോളിസീസ് ഉണ്ടാക്കാനുമാണ്. നമുക്ക് രാജ്യത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയുള്ള ബന്ധപ്പെട്ട പോളിസീസും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ ഫ്രെയിം ചെയ്യാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടമെങ്കിൽ അത്തരം IASലേക്കായിരിക്കും കൂടുതൽ നന്നാവുക. അതേസമയത്ത് ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് IPS എടുക്കലായിരിക്കും കൂടുതൽ ഉചിതമായിരിക്കുക എന്നുള്ളതാണ്. ഇനി പലപ്പോഴും പല സമയങ്ങളും IAS ഓഫീസേഴ്സ് IPS ഓഫീസറുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് അങ്ങനെ അവൾ മുകളിലാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഏറ്റവും IPS പോലീസിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പോസ്റ്റ് എന്നുള്ളത് DGP ആണ്. ഈ DGP റിപ്പോർട്ട് കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിക്കാണെന്നുള്ളതാണ്. ചീഫ് സെക്രട്ടറി അവിടുത്തെ സെക്രട്ടറിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് കൊടുക്കുന്നത്. സെക്രട്ടറി ഒരു IAS ഓഫീസർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് പോലീസ് ഓഫീസർ
അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരു IAS ഓഫീസർക്കാണ്. അതാണ് ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നത് IPS ഓഫീസറെക്കാളും IAS ആർ മുൻപന്തിയിൽ നിൽക്കുന്നത്. രണ്ടാമതായിട്ട് പല പോലീസ് ഫോഴ്സിൻ്റെയും പോലീസ് ഫോഴ്സുകളുടെയും അഥവാ നമ്മളുടെ വ്യത്യസ്തമുള്ള പോലീസ് ഫോഴ്സുകളുടെ IB അങ്ങനെ ബന്ധപ്പെട്ട പല പോലീസ് ഫോഴ്സുകളുണ്ടെങ്കിൽ അത്തരം ഫോഴ്സുകളുടെയൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്നത് സെക്രട്ടറി ലെവലിലേക്കാണെന്നുള്ളതാണ്. അപ്പോൾ ആ സെക്രട്ടറി ലെവലിൽ ഉണ്ടായിരിക്കുന്നത് IAS ഓഫീസർ ആയിരിക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പല പോലീസ് ഫോഴ്സുകളും റിപ്പോർട്ട് കൊടുക്കുന്നത് IAS ഓഫീസറായിട്ടുള്ള സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുക റിപ്പോർട്ട് കൊടുക്കുക. അടുത്തതായിട്ട് IPSനേക്കാളും പ്രൊമോഷൻ പെട്ടെന്നായിട്ട് നടക്കുന്നത് IAS ഓഫീസേഴ്സിൻ്റെതാണെന്നുള്ളതാണ്. IASനാണ് പ്രൊമോഷൻ സ്പീഡിൽ നടക്കുന്നത്. അതിനും അവർ എന്ത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് പോലീസ് പെർഫോമൻസിൻ്റെ റിപ്പോർട്ട് SP യുടെ പോലീസ് പെർഫോമൻസിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ സമർപ്പിക്കുന്നതും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ളത് ഒരു IAS ഓഫീസറായിരിക്കും. പലപ്പോഴും ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനേക്കാളും എത്രയോ സീനിയറായ ആളായിരിക്കും ചിലപ്പോൾ ഈ SP ആയിട്ടുണ്ടാവുക, പോലീസിൽ ഓഫീസേഴ്സിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതും റിപ്പോർട്ട് തയ്യാറാക്കുന്നതൊക്കെ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും ആ ഒരു ഡിസ്ട്രിക്റ്റിൽ പോലീസിനെ കൺട്രോൾ ചെയ്യാനുള്ള പല അധികാരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് മുൻപന്തിയിൽ പോലീസിനേക്കാളും നിൽക്കുന്നുണ്ട്. അത് IPS ആണെങ്കിലും ആ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും IAS ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിലെല്ലാം IPS ഓഫീസറിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ സ്ഫിയറിൽ അതിൻ്റേതായ അധികാരങ്ങളും ആ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉത്തരവാദിത്തങ്ങളും ആ ഒരു ഗ്ലോമറസ് ജോബികളും അലവൻസുകളും ബന്ധപ്പെട്ട കാര്യങ്ങളും നിലനിർത്താൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഏത് ജോലി എടുത്താലും അതിൻ്റേതായ മഹത്വവും അതിൻ്റേതായ പവേഴ്സും രണ്ട് ജോലിക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണോ അതിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ പോസ്റ്റിലേക്ക് തന്നെ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.